മലയാളം മൂവി ന്യൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേഗത്തിലുള്ള സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. നമുക്ക് വാർത്തയിലേക്ക് കടക്കാം. മലയാളത്തിലെ ആദ്യ 250 കോടി ചിത്രം എമ്പുരാനായിരിക്കുന്നു. റിലീസ് ചെയ്ത് 11 ദിവസം കൊണ്ടാണ് ആഗോളതലത്തിൽ 250 കോടി രൂപ എമ്പുരാൻ സ്വന്തമാക്കിയത്. മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് കുതിക്കുകയാണ് മോഹൻലാൽ നായകനായ എമ്പുരാൻ. മാർച്ച് 27 പുറത്തിറങ്ങിയ ചിത്രം ബോക്സ് ഓഫീസിൽ ഇതിനോടകം പല റെക്കോർഡുകളും തകർത്തെറിഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴിത് ആഗോളതലത്തിൽ 250 കോടി രൂപ നേടിയിരിക്കുകയാണ് ചിത്രം. മലയാളത്തിൽ ആദ്യമായി 250 കോടി രൂപ കളക്ഷൻ നേടുന്ന ചിത്രം കൂടിയായി മാറിയിരിക്കുകയാണ് എമ്പുരാൻ. റിലീസ് ചെയ്ത് 11 ദിവസം കൊണ്ടാണ് ചിത്രം ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് പോസ്റ്റർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത്. റിലീസ് ചെയ്ത എല്ലാ കേന്ദ്രങ്ങളിലും സിനിമയ്ക്ക് മികച്ച സ്വീകാര്യതയായിരുന്നു ലഭിച്ചിരുന്നത്. 10 ദിവസം കൊണ്ട് തന്നെ 8.3 കോടി ഗ്രോസ് കളക്ഷനാണ് സിനിമ നോർത്ത് ഇന്ത്യയിൽ നിന്നും മാത്രം നേടിയത്. ഇതോടെ നോർത്ത് ഇന്ത്യയിലെ എക്കാലത്തെയും ഉയർന്ന ഗ്രോസറായി എമ്പുരാൻ മാറുകയുണ്ടായി. ഉണ്ണി മുകുന്ദൻ ചിത്രമായ മാർക്കോയെയാണ് എമ്പുരാൻ പിന്നിലാക്കിയത്. വിദേശ മാർക്കറ്റുകളിലും വമ്പൻ മുന്നേറ്റമാണ് സിനിമ നടത്തുന്നത്. സൗദി അറേബ്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള സിനിമയായി മാറിയിരിക്കുകയാണ് എമ്പുരാൻ. $1 മില്യൺ ഇതുവരെ സൗദി അറേബ്യയിൽ നിന്നും മാത്രം എമ്പുരാൻ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ കളക്ഷൻ നേടുന്ന ആദ്യ മലയാള ചിത്രമാണ് എമ്പുരാൻ എന്നാണ് ട്രാക്കേഴ്സിന്റെ കണ്ടെത്തൽ. 82,607 ടിക്കറ്റുകളാണ് 9 ദിവസം കൊണ്ട് എമ്പുരാൻ സൗദി അറേബ്യയിൽ മാത്രം വിറ്റത്. ഇൻഡസ്ട്രി ഹിറ്റ് എന്ന ലേബലിൽ കഴിഞ്ഞ ദിവസം തന്നെ എമ്പുരാൻ സ്വന്തം പേരിലാക്കി കഴിഞ്ഞിരുന്നു. മഞ്ഞുമൽ ബോയ്സ് 72 ദിവസം കൊണ്ട് നേടിയ 241 കോടി നേട്ടത്തെയാണ് എമ്പുരാൻ വെറും 10 ദിവസം കൊണ്ട് മറികടന്നത്. ചിത്രത്തിൽ വൻ വിജയത്തിൽ നിർമ്മാതാക്കൾ പ്രേക്ഷകരോട് നന്ദി അറിയിച്ചു. ഈ നിമിഷം ഞങ്ങൾക്ക് മാത്രമല്ല, തിയേറ്ററുകളിൽ പ്രതിധ്വനിച്ച ഓരോ ഹൃദയമിടിപ്പിനും ഓരോ സന്തോഷത്തിനും ഓരോ കണ്ണുനീരിനും കൂടി അവകാശപ്പെട്ടതാണ് എന്നാണ് ആശീർവാദ് സിനിമ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്.